ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്തതും എഴുതി വെച്ചതുമായ തിരുവെഴുത്തിൻ പ്രകാരം യേശു ബേഥലഹേമിൽ ജനിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം യേശു ജീവിച്ചു, യേശു പ്രവർത്തിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം യേശു ഗോൽഗോത്തായിൽ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം യേശുവിൻ്റെ മൃദുശരീരം യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. തിരുവെഴുത്തിൻ പ്രകാരം യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തിൻ പ്രകാരം യേശു തൻ്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം 40-ാം നാൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ യേശു പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. ഈ യേശു കർത്താവ് വീണ്ടും തൻ്റെ സഭയ്ക്ക് വേണ്ടി ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നും യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നും തുടർന്ന് അവർ യേശുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുമെന്നും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി കൃത്യമായി ആവർത്തിച്ച് അനേക പ്രാവശ്യം എഴുതി വച്ചിട്ടുണ്ട്. യേശു മടങ്ങി വരുമോ? നിശ്ചയമായും വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. സ്വർഗത്തിലെ മാലാഖമാർ വിളിച്ചു പറഞ്ഞു യേശു വരുവാൻ പോകുന്നുവെന്ന്. അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, അതെഴുതി വെച്ചു, യേശു കർത്താവ് വീണ്ടും വരുവാൻ പോകുന്നുവെന്ന്. അതിലെല്ലാം ഉപരിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനമൊരുക്കാൻ പോകുകയാണ്. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങുന്ന വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായമാണ് 22-ാം അധ്യായം. അതിൻ്റെ അവസാന വാക്കുകളിൽ ഉള്ള പ്രധാന ദൂതിതാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ള എൻ്റെ യേശുവിൻ്റെ പ്രഖ്യാപനത്തോടു കൂടിയാണ് ബൈബിൾ ഉപസംഹരിക്കപ്പെടുന്നത്. യേശു കർത്താവ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യം തനിക്കുണ്ടായിരുന്നില്ല. അതിശോക്തി പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യം തനിക്കുണ്ടായിരുന്നില്ല. താൻ പറഞ്ഞ വാക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല, ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടില്ല. കാരണം താൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. മനുഷ്യനെ പ്രലോഭിപ്പിക്കേണ്ട കാര്യങ്ങൾ യേശുവിനുണ്ടായിരുന്നില്ല. അന്നും ഇന്നും നാളെയും മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു സഹായം യേശുവിന് ആവശ്യമില്ല. അങ്ങനെയുള്ള യേശുവിന് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ കർത്താവ് വരിക തന്നെ ചെയ്യും. എന്നാൽ ആ കർത്താവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും ദൈവം ആർക്കും വെളിപ്പെടുത്തുകയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ചിലർക്കൊക്കെ യേശുവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും വെളിപ്പെടാറുണ്ട്. അതവരുടെ തന്നെ മനസ്സുണ്ടാക്കുന്ന ഒരു വെളിപ്പാടാണ്, അല്ലെങ്കിൽ സാത്താൻ കൊടുക്കുന്ന വെളിപ്പാടാണ്. അതിന് വേദപുസ്തകവും പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏത് നിമിഷവും യേശു വരാം. തൻ്റെ മക്കൾ ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം എന്നുള്ളത് ബൈബിളിൻ്റെ ഉപദേശങ്ങളാണ്. എങ്കിൽ പോലും യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായിട്ട് അനവധി പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാനായി കഴിയും. യേശു വരുന്നതിന് മുൻപ് ആകാശത്തിൽ എന്ത് സംഭവിക്കും, ഗോളങ്ങളിൽ എന്ത് സംഭവിക്കും, സമുദ്രങ്ങളിൽ എന്ത് സംഭവിക്കും, കരയിൽ എന്ത് സംഭവിക്കും, മാനവ സമൂഹത്തിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കും, മതസമൂഹങ്ങളുടെ ഇടയിൽ എന്ത് സംഭവിക്കും, രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നുള്ള അനവധി പ്രവചനങ്ങളുണ്ട്. അതിൽ പല അടയാളങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24, മർക്കോസ് 13, ലൂക്കോസ് 21 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. യേശു കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായി നമ്മളോട് പറഞ്ഞ 11 പ്രവചനങ്ങൾ, 11 അടയാളങ്ങൾ, അവയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കഴിഞ്ഞ 7 പ്രഭാഷണങ്ങളിൽ
ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ വരവിൻ്റെ 12ാമത്തെ അടയാളമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ യേശു തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞ ഒരു വചനം എഴുതിയിരിക്കുകയാണ്. ആ വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞ പ്രവചനം: സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ലൂക്കോസ് 21-ാം അധ്യായം 25-ാം വാക്യം. ഏകദേശം AD 27-ൽ യേശു കർത്താവ് ഈ പ്രവചനം നടത്തുമ്പോൾ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വാനശാസ്ത്രപരമായ അറിവുകളെന്ന് പറയുന്നത് ഒരു ആസ്ട്രോളജിക്കൽ അറിവായിരുന്നു. അന്ധവിശ്വാസ നിബിഡമായിരുന്നു അത് പലതും. ഈ ഗോളങ്ങൾക്കെല്ലാം വ്യക്തിത്വവും ദൈവത്വവും കൽപ്പിച്ച് അവർ വിവാഹിതരാകുന്നതും അവർ പ്രസവിക്കുന്നതും ഇങ്ങനെയുള്ള 100 കഥകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ലോകത്തിൽ നിന്നുകൊണ്ട്, ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു പറയുകയാണ്, എൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും എന്ന് കർത്താവ് പറയുകയാണ്. ഈ പ്രവചനത്തിന് 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന്, സൂര്യനിൽ ചന്ദ്രനിൽ നക്ഷത്രങ്ങളിൽ കാണപ്പെടുന്ന അടയാളങ്ങളാണ്. ആ കാലഘട്ടങ്ങളിൽ അത് കാണുവാനുള്ള കഴിവ് മനുഷ്യനുണ്ടായിരുന്നില്ല. ഇന്ന് പലവിധമായ ദൂരദർശിനികൾ കണ്ടുപിടിച്ചതുകൊണ്ട് സൂര്യനിലോ ചന്ദ്രനിലോ നക്ഷത്രങ്ങളിലോ ഉണ്ടാകുന്ന അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവ് പറഞ്ഞു, തൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 1900 വർഷങ്ങൾ യേശുവിൻ്റെ ഈ വചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം ശാസ്ത്രം പുരോഗമിച്ചിരുന്നില്ല. അതിലെ അടയാളങ്ങൾ കാണുവാൻ തക്കവണ്ണമുള്ള ദൂരദർശിനികൾ അവർ കണ്ടുപിടിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ കർത്താവ് വരികയില്ല, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളോടുമായിരുന്നില്ല ആ ദൂത്. അതുകൊണ്ട് അത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യവുമായിരുന്നില്ല. മറ്റൊരു കാര്യം, ഈ ഗോളങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ ലക്ഷ്യമാണ് സൂര്യനിലേക്ക്, ചന്ദ്രനിലേക്ക്, നക്ഷത്രങ്ങളിലേക്ക്. യേശു കർത്താവ് ഇത് പറയുമ്പോൾ ഒരു സൈക്കിള് പോലും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് മനുഷ്യർ, അന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, ഈ 2020-ൽ യേശു പറഞ്ഞ ആ പ്രവചനം നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ച് നൽകിയിരിക്കുകയാണ്. മിക്കവാറുമുള്ള എല്ലാ ദിവസങ്ങളിലെയും പത്രങ്ങളിൽ, വാർത്താ മേഖലകളിൽ നമുക്ക് ഈ പ്രവചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വാർത്ത നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇന്ന് സൗരോർജ പാനലുകൾ കാണുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? സൂര്യനിലേക്കുള്ള ഊർജത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ലക്ഷ്യം. നമ്മുടെ കേരളത്തിലെ നെടുമ്പാശ്ശേരി എയർപോർട്ട് തന്നെ ആ സൂര്യനിലേക്കുള്ള ലക്ഷ്യം കണ്ടെത്തിയതുകൊണ്ട് അതിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ച് അവിടെ ആ എയർപോർട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ സൗരോർജ പാനലുകൾ അവിടെ നിവർന്നു നിൽക്കുമ്പോൾ ഓർത്തിരിക്കണം, 2000 വർഷം മുൻപ് കർത്താവ് പറഞ്ഞു, മനുഷ്യന് സൂര്യനിലേക്ക് ലക്ഷ്യങ്ങളുണ്ടാകും. അതിന്ന് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുകയാണ്. ചന്ദ്രനിൽ, നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങളുണ്ടാകും. 1969 ജൂലൈ മാസം 20-ാം തീയതി
നമ്മുടെ സമയം രാത്രി 8:17 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി. ചന്ദ്രനിൽ മനുഷ്യന് ലക്ഷ്യങ്ങളുണ്ടാകും എന്ന് യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ പ്രവചനം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവിടെ നിറവേറുകയാണ്. ആ കാലഘട്ടത്തിൽ 69 കാലഘട്ടങ്ങളിൽ ഈ ബൈബിൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കുവാൻ പരിശ്രമിച്ച് നടന്നിരുന്ന ഒരു ഗോപാലകൃഷ്ണനാണ് ഞാൻ. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ 1974 ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ എതിർത്ത ഈ ബൈബിൾ വായിക്കുവാനായി തുടങ്ങി. രാത്രിയിലാണ് വായന, ആരും കാണാതിരിക്കാൻ. തലേണയുടെ അടിയിൽ ബൈബിൾ ഒളിച്ചു വെക്കും. രാത്രിയിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഈ ബൈബിൾ വായിക്കും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വന്നിരുന്നില്ല. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലുമൊക്കെ അടയാളങ്ങൾ ഉണ്ടാകും എന്നുള്ള യേശുവിൻ്റെ വചനം ഞാൻ അത്ഭുതത്തോടെ വായിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ദൈവം എനിക്ക് 3 പ്രാവശ്യം ഹൂസ്റ്റണിലെ നാസ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകി. 2 പ്രാവശ്യവും എന്നെ കൊണ്ടുപോയത് സണ്ണി താഴാമ്പള്ളം എന്ന ദൈവത്തിൻ്റെ ദാസനാണ്. 3-ാമത്തെ പ്രാവശ്യം എന്നെ കൊണ്ടുപോയത് ഒലിവ് ഗാർഡൻ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. ശാസ്ത്രീയ വിജ്ഞാനമോ വിദ്യാഭ്യാസമോ ഇല്ലാതിരുന്ന എനിക്ക് ഈ നാസ സന്ദർശിക്കാനുള്ള ഉത്കടമായ ആഗ്രഹമുണ്ടായത് ഈ ബൈബിളിനോടുള്ള സ്നേഹമാണ്. ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തി കണ്ണുകൊണ്ടൊന്ന് കാണണം എന്നുള്ളതല്ലാതെ മറ്റൊന്നും അറിയുവാനുള്ള കഴിവോ അറിവോ വിദ്യാഭ്യാസമോ എനിക്കുണ്ടായിരുന്നില്ല. ഒരു യാത്രയിൽ തുമ്പ റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റായിരുന്ന ജോസഫ് സാറും ഉണ്ടായിരുന്നു. അതോടുകൂടി ആ യാത്രയ്ക്ക് ഒരു ശാസ്ത്രീയ പരിവേഷം ഉണ്ടായി. എങ്കിലും എൻ്റെ കൊച്ച് ചിന്താമണ്ഡലത്തിന് അതൊന്നും ഗ്രഹിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. മറ്റ് ഗോളങ്ങളിലേക്ക് ആൾക്കാരെ എങ്ങനെ അയക്കാം, ചന്ദ്രനിലേക്ക് എങ്ങനെയാണ് പോയത്, അവർ ധരിച്ചിരുന്ന വസ്ത്രം, അവരോടിച്ച ജീപ്പ് എന്നു വേണ്ട അതെല്ലാം അവിടെ പ്രദർശിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവയെല്ലാം ഗ്രഹിക്കുവാനുള്ള അറിവ് വിദ്യാഭ്യാസം എനിക്കില്ലായിരുന്നെങ്കിലും അവിടെ എല്ലാം എൻ്റെ ഹൃദയം ഇങ്ങനെ തുടിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ കൃത്യമായ നിറവേറലുകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണല്ലോ. ഈ ബൈബിളാണല്ലോ ഞാൻ എതിർത്തത് എന്നോർത്ത് എനിക്ക് ലജ്ജയുണ്ടായി. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചത് ഫ്ലോറിഡയിലെ കേപ്പ് കെന്നഡിയിൽ നിന്നാണ്. ഹൂസ്റ്റണിലെ നാസയാണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഫ്ലോറിഡയിലെ കേപ്പ് കെന്നഡിയിലും ഒരിക്കൽ പോകുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. പാസ്റ്റർ CV ആൻഡ്രൂസാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. അങ്ങനെ എൻ്റെ കണ്ണുകൊണ്ട് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞതും വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരുന്നതുമായ ആ പ്രവചനം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങളുണ്ടാകും, ലക്ഷ്യങ്ങളുണ്ടാകും എന്നുള്ള ആ വചനം ഞാൻ ഓർത്തെൻ്റെ കർത്താവിൻ്റെ പുനരാഗമനം അടുത്തുപോയല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കി. മാത്രമല്ല നാസ സന്ദർശനത്തിൽ ഒരിക്കൽ ഞങ്ങൾ ആ സ്പേസ് ഷട്ടിലിൽ കയറുകയുണ്ടായി. അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. പ്രസിദ്ധ ഗായകനായിരുന്ന മാവേലിക്കര രാജുവും ഉണ്ടായിരുന്നു. മനുഷ്യനെ ഇവിടുന്ന് മറ്റേതെങ്കിലും ഗോളങ്ങളിലേക്കോ മറ്റേതെങ്കിലും സ്പേസ് കോളനിയിലേക്കോ കൊണ്ടുപോകാനായിട്ട് ഡിസൈൻ ഉണ്ടാക്കിയ സ്പേസ് ഷട്ടിൽ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി ഒരു പാട്ട് പാടുവാനും ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ഒരിക്കൽ മാരാമൺ കൺവെൻഷനിൽ കേണൽ ജെയിംസ് സിറുവിൻ്റെ ഒരു പ്രസംഗം കേൾക്കുവാനായിട്ട് ഞാൻ പോയി. അദ്ദേഹം ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ച മനുഷ്യനാണ്. ബൈബിളുമായിട്ട് ചന്ദ്രനിലേക്ക് പോയ മനുഷ്യനാണ്. അദ്ദേഹം ചന്ദ്രനെക്കുറിച്ചൊക്കെ പറയുന്ന കേൾക്കാൻ ഞാനവിടെ പോയി. ചന്ദ്രനിൽ നിന്ന്
കൊണ്ടുവന്ന ചില കല്ലുകളൊക്കെ അദ്ദേഹം അവിടെ കാണിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. എല്ലാം ഓർക്കുവാൻ കഴിയുന്നില്ല, അദ്ദേഹം പറഞ്ഞതുപോലെ പറയുവാനും കഴിയുകയില്ല. എങ്കിലും അദ്ദേഹം അന്ന് പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞ് എടുത്ത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അന്ന് ജെയിംസ് ഇർവിൻ ഇങ്ങനെ പറഞ്ഞു: "It's not a miracle that I could reach moon, but it is a miracle the creator of moon came down to this blue planet." അദ്ദേഹം പറയുകയാണ്, ഞാൻ ചന്ദ്രനിൽ പോയതല്ല അത്ഭുതം, ചന്ദ്രൻ്റെ സൃഷ്ടിതാവ് ഹരിതപൂർണമായ ഈ ഭൂഗോളത്തിലേക്ക് ഇറങ്ങി വന്നതാണ് അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ എത്ര അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. അതിലെ വചനങ്ങളൊക്കെ എത്ര ആഴമാണ്. അല്പം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടോ അല്പം ശാസ്ത്രീയ വിജ്ഞാനം ഉള്ളതുകൊണ്ടോ ഈ ബൈബിളിനെ നിന്ദിക്കരുത് കേട്ടോ. അറിവുള്ളവരും വിജ്ഞാനികളുമൊക്കെ മാറോടണച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് ഈ പുസ്തകം എന്നുള്ള കാര്യം മറക്കരുത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായി പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് ലൂക്കോസ് 21:25 നാം വായിച്ച വേദഭാഗം: സൂര്യനിൽ, ചന്ദ്രനിൽ, നക്ഷത്രങ്ങളിൽ അടയാളങ്ങളുണ്ടാകും. നോക്കൂ നിങ്ങൾ വികസിത രാജ്യങ്ങളെ, അവരെല്ലാം ആകാശത്തിലല്ലേ അവരുടെ കണ്ണ് പതിപ്പിച്ചിരിക്കുന്നത്. പല കാര്യങ്ങൾക്കു വേണ്ടി ഗോളങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയാണ്. എത്രയോ കോടി ഡോളറാണ് അതിനുവേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നാസയുടെ ആൻറ്റേനകൾ വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ തന്നെ മംഗളയാൻ പദ്ധതി, അതിൻ്റെ വിജയത്തിൻ്റെ സിഗ്നൽ ആദ്യം കിട്ടിയത് കാൻബറയിലെ നാസയുടെ ആൻറ്റേനയിൽ നിന്നാണ്. ആ ആൻറ്റേനയിൽ നിന്നാണ് ബാംഗ്ലൂരിലേക്ക് വരികയും നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം നമ്മുടെ മംഗളയാൻ പദ്ധതി വിജയിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ചതും. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ആ കാൻബറയിലെ ആൻറ്റേനയുടെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട്, ഏകദേശം അല്പം അകലെ മാറി നിന്നുകൊണ്ട് ഒരു പ്രസംഗിക്കുവാനും അത് റെക്കോർഡ് ചെയ്യുവാനും ദൈവം ഭാഗ്യം നൽകി. ഇവയെക്കുറിച്ചൊന്നും വലിയ ശാസ്ത്രീയ പരിജ്ഞാനമുണ്ടായിട്ടല്ല. ആ ആൻറ്റേനയ്ക്ക് സൂര്യനപ്പുറേ, സൗരയൂഥത്തിനപ്പുറേ മറ്റുള്ള ഗോളങ്ങളെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സിഗ്നലുകൾ സ്വീകരിക്കുവാൻ ആ ആൻറ്റേനയ്ക്ക് കഴിയുണ്ട്. അങ്ങനെയുള്ള 3 ആൻറ്റേനകളാണ് ഈ നാസയ്ക്കുള്ളത്. പ്രധാനമായിട്ട് ചെറിയ ആൻറ്റേനകൾ വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ സൂര്യനിലേക്ക്, ചന്ദ്രനിലേക്ക്, നക്ഷത്രങ്ങളിലേക്ക് മനുഷ്യന് ലക്ഷ്യങ്ങളുണ്ടാകും. അതിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമാണെന്ന് കർത്താവ് പറയുന്നു. ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രയാൻ പദ്ധതിയോ മംഗളയാൻ പദ്ധതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗോളങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയോ അതിനുവേണ്ടിയാണ് അവർ ഈ ദൂരദർശിനികൾ, ഈ ടെലസ്കോപ്പുകൾ, മറ്റ് സ്പേസ് ഉപകരണങ്ങൾ, വാഹനങ്ങൾ, അതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ, റോക്കറ്റുകൾ, ഇതെല്ലാം അതിനോടുള്ള ബന്ധത്തിൽ അവിടെ വെള്ളമുണ്ടോ, അവിടെ പുല്ലുണ്ടോ, അവിടെ ജീവജാലങ്ങളുണ്ടോ, അവിടെ നമുക്ക് താമസിക്കാൻ കഴിയുമോ, ഈ ഉദ്ദേശങ്ങളോടുകൂടിയൊക്കെയാണ് ഈ സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കുമൊക്കെ ശാസ്ത്രലോകം നോക്കുന്നതെങ്കിലും ഒരു ബൈബിൾ വിദ്യാർത്ഥിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കർത്താവായ യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായിട്ട്, അതിൻ്റെ മാറ്റൊലിയായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്, എനിക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രലോകത്തിൻ്റെ ഒരാഗ്രഹമാണ് മനുഷ്യനെ മറ്റ് ഗോളങ്ങളിൽ എത്തിക്കണം. ചന്ദ്രനിൽ വരെ അവനെത്തി, ഇനിയും മറ്റ് ഗോളങ്ങളിൽ പോകണം, ഭൂമിക്കപ്പുറേ യാത്ര ചെയ്യണമെന്നത് ശാസ്ത്രലോകത്തിൻ്റെ ഒരാഗ്രഹമാണ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരാഗ്രഹമാണ്. യൂറോപ്പിലെ ശാസ്ത്രജ്ഞന്മാരുടെ ആഗ്രഹമാണ്. അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ആഗ്രഹമാണ്. അവർക്ക് മറ്റൊരാഗ്രഹമുണ്ട്. ആകാശത്തിൽ ഒരു കോളനി ഉണ്ടാക്കണം, ഒരു പട്ടണം, ഒരു സ്പേസ് കോളനി. 10,000 പേരെയെങ്കിലും അവിടെ പാർപ്പിക്കണം. അവിടെ സ്കൂളുകളും സ്വിമ്മിംഗ് പൂളുകളും മൂവി തിയേറ്ററുകളും പ്ലേ ഗ്രൗണ്ടുകളും എല്ലാമുള്ള ഒരു കൊച്ചു പട്ടണം ഉണ്ടാക്കണം. അവിടേക്ക് ആളെ കൊണ്ടുപോകുവാൻ ഉള്ള സ്പേസ് ഷട്ടിലുകൾ അവരിവിടെ ഉണ്ടാക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു. അത് വിജയിച്ചില്ലെങ്കിലും സ്പേസ് സ്റ്റേഷനുകൾ
പല രാജ്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ശാസ്ത്രജ്ഞന്മാരെ ആ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കുറേ കഴിഞ്ഞവർ ഇറങ്ങി വരുന്നു. ഇത് സാധാരണ ആൾക്കാർക്കെല്ലാം പോകാവുന്ന നിലയിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവരുവാൻ കഴിയും. വിനോദസഞ്ചാരികൾ പോകുന്നത് പോലെ ആൾക്കാരെ അങ്ങനെ സ്പേസിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുമെന്നുള്ള വലിയ പദ്ധതിയുമായിട്ട് ആൾക്കാർ, ശാസ്ത്രജ്ഞന്മാർ, രാജ്യങ്ങൾ, ചില പ്രൈവറ്റ് കമ്പനികൾ ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്റ്റീഫൻ ഹോക്കിങ് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി ശാസ്ത്രലോകത്തോട്. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ ദുർഘടം നിറഞ്ഞതാണ്. ഒരുപക്ഷെ ദിനോസറുകൾ ചത്തൊടുങ്ങിയതുപോലെ മനുഷ്യനും ചത്തൊടുങ്ങാം. അതുകൊണ്ട് മനുഷ്യവംശം പൂർണ്ണമായി നശിക്കാതിരിക്കാൻ കുറേ ആൾക്കാരെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു സുരക്ഷിത മേഖലയിലേക്ക് എത്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് സ്റ്റീഫൻ ഹോക്കിങ് ഈ ലോകത്തിൽ നിന്ന് മാറിയത്. കാരണം ഒരു കാലത്ത് മനുഷ്യനേക്കാൾ വലുപ്പമുള്ള ശക്തി ഉണ്ടായിരുന്ന ദിനോസറുകൾ ഇവിടെ ജീവിച്ചു. അതെല്ലാം ചത്തൊടുങ്ങി അതിൻ്റെ അസ്ഥിമാടങ്ങൾ ഇന്ന് നമ്മൾ കാണുകയാണ്. ഇതുപോലെ നാളെ ആഗോളതാപനം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മനുഷ്യജീവിതം മുഴുവൻ തീർന്നു പോകരുത്. ഇനി മറ്റൊരു ലോകമുണ്ടായിട്ട് ഇതുപോലെ രണ്ട് കാലുള്ള മനുഷ്യരെന്ന് പറയുന്നവർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അന്നത്തെ ലോകം നമ്മുടെ അസ്ഥി മഞ്ജരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനിടവരരുത് എന്നായിരുന്നു മിസ്റ്റർ സ്റ്റീഫൻ ചിന്തിച്ചത്. ഇങ്ങനെയുള്ള ഈ ശാസ്ത്രത്തിൻ്റെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുന്നു. യേശു കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. റോക്കറ്റുകളുടെ സഹായമൊന്നും കൂടാതെ, ശാസ്ത്രജ്ഞന്മാരുടെ സപ്പോർട്ടൊന്നും കൂടാതെ. മാത്രമല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞ വചനങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ പോകുകയാണ്. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ അടുക്കൽ ചേർക്കും. ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. എന്നിട്ട് നിങ്ങളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയെങ്കിൽ ഉയർപ്പിച്ച്, ജീവനോടിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടുത്തി നിങ്ങളെ എൻ്റെ ഭവനത്തിലേക്ക്, ഞാൻ പണിയുന്ന ഭവനത്തിലേക്ക്, മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, നരജരകളില്ലാത്ത ആ ഭവനത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന് യേശു 2000 വർഷം മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന്. ഈ ബൈബിളിലെ പ്രഖ്യാപനങ്ങൾ, ഈ യേശുവിൻ്റെ പ്രഖ്യാപനങ്ങൾ മാനുഷികമായ നിലയിൽ, ശാസ്ത്രീയമായ നിലയിൽ നടത്തുവാനുള്ള പരിശ്രമങ്ങളാണ് ശാസ്ത്രജ്ഞന്മാരിൽ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ എത്ര പേരെ കൊണ്ടുപോകാൻ കഴിയും? എത്ര പേരെ താമസിപ്പിക്കാനായി കഴിയും? അതിനൊക്കെയുള്ള കഴിവും സാമ്പത്തികവും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഭൂമിയിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു ഗോളത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയാൽ അവൻ മരിക്കാതെ എന്നേക്കും അവിടെ ജീവിക്കുമോ? അപ്പോൾ ശാസ്ത്രീയ പുരോഗമനത്തിൻ്റെ പരിമിതി നമ്മൾ കാണുമ്പോൾ ഭൂമിക്കപ്പുറേ ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും രോഗമുണ്ടാകാത്ത, നരജര ബാധിക്കാത്ത ഒരു മേഖലയിൽ നിത്യമായി നിങ്ങളെ പാർപ്പിക്കുവാനായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വാക്കുകൾ എത്ര ആഴമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു കള്ളം പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അതിശോക്തി പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. തന്നെക്കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല ഭക്തന്മാരും ഉയർക്കും. ജീവനോടിരിക്കുന്ന സകല വിശുദ്ധന്മാരും രൂപാന്തരപ്പെടും. മാനുഷികമായ റോക്കറ്റിൻ്റെ സഹായം കൂടാതെ ഈ ഗുരുത്വാകർഷണ മേഖലയെ ഭേദിച്ചുകൊണ്ട് 400ഓളം ഘനമൈൽ വരുന്ന
വാതക സഞ്ചയത്തിൽ ഇടയിലൂടെ കത്താതെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരും. തുടർന്ന് കർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യും. സൂര്യനപ്പുറേ, നക്ഷത്രഗോളങ്ങൾക്കപ്പുറേ പ്രപഞ്ചത്തിൻ്റെ നാഥന് നമ്മുടെ റോക്കറ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സ്പേസ് വാഹനങ്ങളുടെയോ ആവശ്യമില്ല. അതിനുവേണ്ടി പ്രപഞ്ചത്തിൻ്റെ നാഥന് നമ്മുടെ സഹായങ്ങൾ ഒന്നും ആവശ്യമില്ല. പക്ഷേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഉണർന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? വേർപെട്ടിട്ടുണ്ടോ? ജീവിതം വിശുദ്ധിയിലാണോ കാക്കുന്നത്? താലന്ത് വ്യാപാരം ചെയ്യുന്നുണ്ടോ? ദൈവം നൽകിയ രക്ഷാവസ്ത്രത്തിൽ കറയും കളങ്കവും പറ്റാതെ സൂക്ഷിക്കുന്നുണ്ടോ? പാത്രത്തിൽ എണ്ണയുണ്ടോ? ഉറങ്ങുകയാണോ? കർത്താവ് വരികയാണ്. സൂര്യനിലെയും ചന്ദ്രനിലെയും നക്ഷത്രങ്ങളിലെയും ലക്ഷ്യങ്ങൾ അത് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരാറായി. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം, നമുക്ക് ഉണരാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, അവിടുത്തെ പുനരാഗമനത്തിൻ്റെ അടയാളമായി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും എന്ന് 2000 വർഷം മുൻപ് അങ്ങ് പറഞ്ഞത് ഇന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അത് കേൾക്കുന്നു. അങ്ങയുടെ പുനരാഗമനം അടുത്തുപോയി. അങ്ങയുടെ വരവിൽ ഞങ്ങളാരും തള്ളപ്പെടാതെ അവിടുത്തെ സന്നിധിയിൽ കാണപ്പെടുവാൻ, എടുക്കപ്പെടുവാൻ ഇടയാകേണ്ടതിനുള്ള കൃപ എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും നൽകുമാറാകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശുവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന വിഷയത്തിൻ്റെ 9ാമത്തെ പ്രഭാഷണം കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടേവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശാസ്ത്രീയമായ പ്രവചനങ്ങൾ കൂടുതലായി പഠിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ശാസ്ത്രീയ പ്രവചനങ്ങൾ, രാഷ്ട്രീയ പ്രവചനങ്ങൾ ഇതിൻ്റെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം നിശ്ചയമായും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഇത് കോട്ടയം, തിരുവല്ല തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളുകളിൽ, മറ്റിതര ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ്. ശാസ്ത്രീയ പ്രവചനങ്ങൾ, രാഷ്ട്രീയ പ്രവചനങ്ങൾ. കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.